ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമവാസി. അപ്പോഴേ നമ്മളിന്നൊരു മല കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ട്രക്കിംഗ് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തി വീഡിയോ ചെയ്തില്ലായിരുന്നു. നമ്മൾ വീട്ടിലെത്തിയായിരുന്നു. സംഭവം ആ വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്ര കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റിനെ ഗോവ കയറിയിട്ട് അവിടെയും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ഗോവ കയറി അതുവഴിഞ്ഞ് നേരെ വീട്ടിൽ പോന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, മഴ കാരണമാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അമ്പൂരിയിലുള്ള കൊണ്ടകെട്ടി ഹിൽ എന്ന് പറഞ്ഞ ഒരു ഹിൽ ടോപ്പിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡുണ്ട്. അധികം ഓഫ് റോഡ് അടിക്കാൻ നിൽക്കുന്നില്ല, എന്നാലും കുറച്ച് മേലോട്ട് പോയിട്ട് എല്ലാവരും താഴെയാണ് വണ്ടി വെച്ചത്. നമ്മൾ കുറച്ചൊന്ന് മേലോട്ട് പോയിട്ട് അവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ബാക്കി നടന്ന് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക്. മൊത്തം നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മൊത്തം 4 പേര്. നമ്മളെ വണ്ടി ഇതായിരിക്കുന്നു, മറ്റൊരു സ്പ്ലെൻഡറാണ്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ, നല്ല കയറ്റമാണ്. അപ്പോൾ ഇത് കയറിയിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമുക്കെന്തായാലും പോവാം. നല്ല ഈസി ആയിട്ട് കയറി വന്നു. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കടുക്കും കേട്ടോ ഇവിടെ. അങ്ങോട്ട് വയ്ക്കുക. നമ്മളെന്തായാലും ഇതുവരെ കയറ്റണുള്ളൂ കേട്ടോ. നമ്മൾ മുമ്പൊരിക്കൽ ഇതേപോലെ വന്നിട്ടുണ്ട്, ഫുള്ള് വണ്ടിയായിരുന്നു, മുകളിലറ്റം വരെ വണ്ടിയായിരുന്നു. പക്ഷേ അന്ന് ഭയങ്കര ടാസ്ക്കായിരുന്നു പറഞ്ഞാൽ അന്ന് എക്സ്പൾസൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. നല്ല കഷ്ടപ്പെട്ടാണ് അന്ന് കയറ്റിയത്. അങ്ങോട്ട് നോക്കിയാണ് ഫുള്ള് ഉരുളം കല്ലുമാണ്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ അത് കാണിച്ചു തരാം. എന്തായാലും നമ്മളിവിടെ വണ്ടി വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തായാലും സേഫാക്കി വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. 2 വണ്ടി ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് അതിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റൊക്കെ കൊണ്ടായിരുന്നാൽ മതിയായിരുന്നു.
കണ്ടാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കല്ലുകൾ കിടക്കണണ്ട. ഇത് അത്യാവശ്യം ഭയങ്കര പാടാണ് കേട്ടോ ഇതിൽ വണ്ടി കൊണ്ടുപോകാൻ. എന്തായാലും അതുകൊണ്ട് നമ്മൾ ബൈക്ക് കയറ്റുന്നില്ല. നല്ല കയറ്റമാണ്, നല്ല കൊത്ത് കയറ്റമാണ്. ഇതുണ്ട താഴെ നല്ല കുത്ത് തേരിയാണ്. അങ്ങനെ കുറച്ച് നിരപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നടന്നു കുറച്ച് ഇനി മുകളിൽ വന്നപ്പോൾ കുറച്ച് നിരപ്പ് കിട്ടി. ഇത് ഫുള്ള് കയറ്റമാണ്. അവിടെ ഇനി നല്ല കല്ലും മണ്ണൊക്കെ നിറഞ്ഞു വരും സ്ഥലമാണ് അത്രയും. ഇതിലേക്ക് നമ്മൾ മുമ്പൊരിക്കൽ ബൈക്ക് കൊണ്ടുവന്നാ. ബൈക്ക് മുകളിൽ വരെ കൊണ്ടുപോയി. അതെ ഇതിലേക്ക് നമ്മളന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ മൊത്തം 4 വണ്ടി കൊണ്ടുവന്നിട്ട് 2 വണ്ടി താഴെ വെച്ചിട്ട് 2 വണ്ടിയാണ് കയറ്റിയത്. ബാക്കി എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റിയത് വണ്ടി. എന്താ ഇങ്ങനെ നടക്കണം ഈ കുത്ത് കയറ്റം. ഏതോ ഓഫ് റോഡ് ടീം വന്നേക്കിന കേട്ടോ. ഏതോ ഓഫ് റോഡ് ടീം വന്നിട്ട് കണ്ടോ 4x4 കയറ്റിയിരിക്കുന്നതാണ്. ഇവിടെ മൊത്തം ജീപ്പ് കൊണ്ടുവന്നതാണ്. അതെ ഞാൻ കണ്ടോ, അത് റീലിലുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബ് അങ്ങനെ തോന്നുന്നു, ഓഫ് റോഡ് ക്ലബ്ബ്. നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിച്ചു ചേട്ടാ. 1 കിലോമീറ്റർ വന്ന് ഇനിയും ഉണ്ട് ഒരു 3 കിലോമീറ്ററിന് മേളിലുണ്ടല്ലോ ഇവിടെ. ഇനി ഒരു 3 കിലോമീറ്ററിന് മേളിൽ കാണും. ഫുള്ള് നടത്താൻ തന്നെ. ഇതെല്ലാം വാരി ഇട്ടിട്ട് ജീപ്പ് കയറ്റാൻ വേണ്ടി ഇത് മൊത്തം വാരി ഇട്ടതാണിത്. ഇവന്മാര് നമ്മൾ കൂട്ടത്തൊന്നും ഒരു ചെറുക്കനെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണിതോ ഒരു വള്ളിയുടെ മുകളിൽ കയറിയിരിക്കുന്ന കേട്ടോ. അവന് പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ലീലാവിലാസങ്ങളുണ്ട്. അവനെ കാണാതെയോ നോക്കുമ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കണോ നോക്കിയാണ്. ഷേ എങ്ങനെ കയറാൻ പറ്റിയ അതിൻ്റെ മേളിൽ? ഊഞ്ഞാലാടാൻ പറ്റൂടാ അതിൻ്റെ മേളിൽ? ഷേ നൈസ്. ഷേ ഒടിഞ്ഞ് വേണമെങ്കിൽ മൂട് പൊളിയും. ദൂകേർപ്പണം ഇവിടെ നോക്കി. ഓ നമുക്കിനി കിലോമീറ്ററുകൾ പോകാനുള്ളതാണ്, തളരരുത്. ഒരു വെള്ളമുണ്ട്. ഓക്കെ, നമ്മൾ കയറാൻ പോണ മല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ കുറച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ. മുകളിൽ കാണില്ലേ? അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ കയറാൻ പോണ. അയ്യോ എന്തോരം ഉയരത്തിലെന്നറിയാം നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറാൻ പോണ. ഒരു 3 ജാമ്പയ്ക്ക് പറിക്കാൻ വേണ്ടി അവൻ പെട്ട പാടാണ് കേട്ടോ. ഇതാടാ ആൾക്ക് ഓരോന്ന് വെച്ചുണ്ട്. അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപൂർവം വരെ ഇവിടെ കൊണ്ടുവരുള്ളൂ വണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിസ്ക്കാണ് ഇവിടെ വണ്ടി വരാൻ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ, ഇതുവരെയാണ് വണ്ടി വരുന്ന സ്പോട്ട്. അപ്പോൾ ഗായ്സ് നമുക്കൊരു പണി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വഴിതെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വന്ന പയ്യന് വഴി അറിയാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ മുകളിലെത്തിയ പോകാൻ പറയുകയാണ് ഇതുവഴിയല്ല വന്നിട്ടുള്ളതെന്ന്. പക്ഷേ ഈ മലയുടെ താഴ്വാരത്ത് അപ്പുറത്ത് കൂടെയാണ് വരാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് മാതാമലയിൽ വരാനുള്ള വഴിയാണ് നമ്മൾ കയറി വന്നത്. പക്ഷേ ശരിക്കും ഇതല്ല അതിൻ്റെ വഴി. നമുക്ക് ഈ മലയുടെ മുകളിലാണ് കയറാനുള്ളത്, ഈ മലയുടെ മുകളിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി കയറാൻ പറ്റില്ല, ഇതുവഴി ഡയറക്റ്റ് കയറാൻ പറ്റില്ല, അതുവഴി ചുറ്റിയേ കയറാൻ പറ്റുള്ളൂ. നമുക്ക് താഴെ കൂടെയാണ് വരാനുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഇതാണ് മാതാമല. ഇതാണ് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്.
പക്ഷേ നമ്മളവിടെ പോയിട്ടുണ്ട്, ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കയറാനുള്ളത്. ഏറ്റവും ടോപ്പ് ഹിൽ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലാണ് കയറാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട ആ തേരി കയറി വന്നിട്ട് ഇവിടെ നമ്മൾ തേരി ഇറങ്ങിയിട്ട് ഇനി ഇതിൻ്റെ താഴെ വഴി വീണ്ടും കയറി പോകണം. എന്തായാലും വന്നു നമുക്ക് കയറിയേ പറ്റൂ, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും. അതാ യവനാണ് നമ്മളെ വഴി തെറ്റിച്ചേട്ടാ. അവ ഇപ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി വെട്ടിപ്പോവാം എന്നുള്ളൊരു നിലപാടിലാണ് എത്തിയിരിക്കുന്നത്. ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വഴിയുള്ളൂ. അപ്പോൾ ഇനി വഴി വെട്ടിപ്പോകണം. അവൻ കയറി പോകണുണ്ട്. അയ്യോ അവൻ കയറി പോയി. അതേനെ ഓ അതുമല്ല പന്നിയാ പുലിയോ എല്ലാം പെയ്തായിരിക്കും ഇതിലെ. വഴിയുണ്ടോടാ? അയ്യോ ഇതിലാണോ പോകാൻ? സൂക്ഷിച്ച്. താഴെക്കുഴിയാണ് കേട്ടോ, നല്ല വ്യൂ. ഇവിടെ നമ്മൾ സെക്കൻഡ് റൗണ്ട് റെസ്റ്റിലാണ്. ചെറിയ മല കാണിച്ചു. ഓ അതും ചെറുതെന്ന് പറയാൻ പറ്റില്ല. ഓ അപ്പോൾ അതാണ് മാതാമല. അല്ല കണ്ട ആൾക്കാർ ഇങ്ങനെ ഉണ്ടോ അതിൻ്റെ മുകളിൽ? അതിൻ്റെ മുകളിൽ ആൾക്കാർ ഇരിക്കുകയാണ്. കാണാൻ പറ്റണില്ല, ഈ ക്യാമറയിൽ കാണാൻ പറ്റണില്ല കേട്ടോ. വഴിവെട്ടിപ്പോക്കാണ് കേട്ടോ. ആ അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള വഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടാ ഇവിടെ കയറാൻ വേണ്ടി റോപ്പ് കെട്ടിയിട്ടുണ്ട്. കണ്ടാ ഓക്കെ. ഓ ആ നമുക്ക് അതിൻ്റെ മുകളിലാണ് കയറാനുള്ളത്.
പറയുന്നതെന്ന് പറഞ്ഞാൽ അതാണ് മാതാമല. കുറച്ച് റെസ്റ്റാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലാണ് കയറാനുള്ള. നമ്മളിരിക്കുന്ന വ്യൂ നോക്കിയാൽ എനിക്ക് അങ്ങനെ അവിടെ ഇല്ലടാ മകേഷ്. നോക്കണ്ട, അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കാണാം. അവിടെ ഒരു ഡാമിൻ്റെ എന്തോ ഒരു ഇതാണ്. ഇല്ല ഇല്ല ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഇനി ടാസ്ക്കാണ് കേട്ടോ. വേറെ ഒരു ചെരുവിൽ കൂടെയാണ് കേട്ടോ കയറാനുള്ള. ഒരു നെക്ക് വേണം. അയ്യോ ടാസ്ക്കാണ്. മുന്നോട്ട് പോയി. മാതാമലയൊക്കെ താഴെ അങ്ങ് താഴെ അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നിൽപ്പുണ്ട്, അവിടെയൊക്കെ നിൽപ്പുണ്ട് ആൾക്കാർ. പക്ഷേ ഈ മലയിൽ അങ്ങനെ വലുതായിട്ടാരും കയറില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ടാസ്ക്കാണ്. കണ്ടോ, കുത്തനെ കിടക്കുന്ന മലയാണ്. അതിൻ്റെ മുകളിൽ കയറണം. ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് അങ്ങനെ ആരും കയറില്ല, വലുതായിട്ട് ആരും കയറില്ല ഇവിടെ. ഇപ്പോൾ തന്നെ ഒത്തിരി പേര് അവിടെ ഉണ്ട്, ഒത്തിരി പേര് ആ മലയുടെ മുകളിലുണ്ട്. പക്ഷെ ആരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ മാനം മുട്ട നിൽക്കുന്നതാണ്, അതിന് മുകളിലാണ് കയറാനുള്ള. താഴെ കുഴി, അഗാധമായ കുഴി. നമ്മൾ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ, അടിയിലൊരു ഗുഹ. കുറച്ചുള്ളിൽ പോകാൻ പറ്റും കേട്ടോ, കുറച്ചുള്ളിൽ പോകാൻ പറ്റും, ഒരാൾക്ക് കയറി പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഗുഹ. എടാ സൂക്ഷിച്ചേ, ടാസ്ക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റിപ്പോയി വീണ്ടും. നമുക്കിനി ഒരേ ഒരു വഴിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ കയറുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇനി ഒരു മാർഗമുള്ളൂ. നല്ല ടാസ്ക്കാണ്. എന്തായാലും നല്ല കാറ്റ്. കാലൊന്നും പിടിക്കല്ലേ. നമ്മൾ ശരിക്കും പെട്ട കേട്ടോ, ഇതല്ല വഴി. എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയേ പറ്റുള്ളൂ. ഇതേ ഉള്ളൂ കേട്ടോ, നിൽക്കാൻ ഒരു ഇതേ ഉള്ളൂ.
പതുക്കെ ഇതുവഴിയൊക്കെ എങ്ങനെ കയറിയത് അവന് വട്ടേനാട്ടാ അവൻ കയറിയത് പേടിച്ചിട്ടാ മുതലാളി. പോയിട്ട് നോക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നമ്മൾ വേറെ താഴെ കൂടുതൽ വരെ ഉണ്ടാകും പണം അടക്കം. ഓക്കെ സൂക്ഷിച്ചേ. ചെരുപ്പിനെ എവിടെയെങ്കിലും വച്ചിട്ട് കയറാ. നല്ല ടാസ്കുള്ള വഴിയാണ്. സൈഡിൽ കൂടെയാണ് വന്നത്. ഫൈനലി അങ്ങനെ നമ്മൾ മുകളിലെത്തിരിക്കുകയാണ് കേട്ടോ. കട്ട ടാസ്ക് ആയിരുന്നു. കട്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലെ ടാസ്ക് എടുത്തിട്ടില്ല. അത്രയ്ക്ക് ടാസ്ക് ആയിരുന്നു. നോക്കിയാണ് നമ്മൾ ഇതേ ഇതുവഴിയാണ് കയറി വന്നത്. ഇതിൻ്റെ എന്തായാലും അറ്റത്തോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. ശരിക്കുള്ള വഴി ഇതല്ല കേട്ടോ. ശരിക്കുള്ള വഴി ഇതേ അതുവഴി ഞാൻ കണ്ടാണ്. അതുവഴിയാണ് വഴി. ഇതൊക്കെ അതാണ് നമ്മളെ കുരിശുമല കേട്ടോ. നമ്മളെ വെള്ളാരുടെ കുരിശുമല അതാണ് കേട്ടോ. ഇതേ അതാണ് കുരിശുമല ആ കാണുന്നത്. ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ മല ഇതാണ്. നോക്കിയാണ് മാതാമലയൊക്കെ എന്ത് താഴെയാണ് നോക്കിയാണ്. കണ്ട മാതാമലയൊക്കെ ഇവിടെ വന്ന് താഴെ കണ്ട അവിടെയൊക്കെ ആളിങ്ങനെ കണ്ടോ. അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് കണ്ടോ. ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ അത് ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാറ്റ് നോക്കിയാൽ രക്ഷയില്ലാത്ത വീ
ആയിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. നമ്മുടെ പൈൻ്റെയിലുള്ള ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവോ X200 Pro ആണ് കേട്ടോ. അതിൽ നോക്കിയാണ് താഴെ നിൽക്കുന്നവരെ കാണിച്ചു തരാം. താഴെ ആൾക്കാരിക്കണണ്ടാ കണ്ടാ, മാതാമലയിൽ നിൽക്കുന്നവരാണത്. ഇവിടെ വിഷയം തന്നെ കേട്ടോ ഈ ഫോണിന്. നമ്മളെ കണ്ണിൽ തന്നെ ഉറുമ്പ് പോലെ കാണാൻ പറ്റണുള്ളൂ. ഒന്നുകൂടെ സൂം ചെയ്തേന് നോക്കിയാണ് ആൾക്കാരിക്ക് നോക്ക്. മല മൊത്തത്തിൽ കാണിച്ചോട്ടെ, മൊത്തത്തിലാണ് അതാണ് മല. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് ശരിക്കുള്ള വഴിയിൽ കൂടെയാണ് കേട്ടോ. ശരിക്കുള്ള വഴി നമ്മൾ മുകളിൽ കയറിയപ്പോഴാണ് കണ്ടത്. ഇതുവഴിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ശരിക്കുള്ള വഴി ഇതാണ്. ഇതുവഴിയാണ് ശരിക്കുള്ള വഴി. താഴെപ്പോഴുള്ള എക്കോ പൊന്നട്ട. ഇതിന് ടാസ്ക് തന്നെ കേട്ടോ. ആളറിഞ്ഞ താഴെ പോയിട്ടുണ്ട്. നോക്കി സൂക്ഷിച്ചു ചെറിയ പറയണേ, ഞാൻ സൈഡെത്തി മാറി പതുക്കെ പോടാ മച്ചി. ഇത്രയും ദൂരം നമ്മൾ നടന്നാണ് വന്നത്. ഇനി നിരങ്ങി പോണം കേട്ടോ ഇവിടെ നിന്ന്. ജിത്തു നീ ഒന്ന് പോയി നോക്കിയാണ്. ഈശ്വര ഭഗവാനി, എന്റെ പൊന്നോ. കല്ലുവല്ല പറയണ മഴ പെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് താഴെ എത്താമല്ലോ. അവിടത്തെ വലിയ വക്ക് പിടിച്ച് കയറി. ഇതൊരു ചെറിയ ടാസ്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഇതിൻ്റെ അപ്പുറത്തൂടെയാണ് ഇറങ്ങി വന്നത്. വണ്ടി ഇരിക്കുന്നതും അവിടെയാണ്. അപ്പോൾ വണ്ടിയൊക്കെ സേഫാണ് കേട്ടോ. മറിയില്ല.
ABS ആയതുകൊണ്ടാണ് നിൽക്കാൻ ഒരു പാട്. ABS നിൽക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുരിശുമലയുടെ മെയിൻ കവാടം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രക്കിംഗ് ഇതുവരെ തന്നെ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.